இங்கும் அப்படி சச்சிதானந்தத்தில் இடர்ச்சடர் பொய்மூன்றும் தங்கமாயும் கற்பிதமன்றியே சகஜ வாஸ்தவம் அன்றே பங்கவாவும் அஜானத்தை கருமங்கள் பகை ചെയ്യാതെ ഉറവാക്കും തുക ജ്ഞാനമേ കരുമ അജ്ഞാനത്തെ ചുടുകിன்ற നെരുപ്പാമേ. വായിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെയാണ് പറഞ്ഞത്, അവസാനിപ്പിച്ചത്. ഈ സച്ചിദാനന്ദത്തിൽ അനന്തജഡ ദുഃഖരൂപമായിട്ട് ഈ മായാകൽപ്പിതമായിരിക്കുന്ന ഇതെല്ലാം തോന്നും. അതൊരു കൽപ്പിതമാണ്, അതൊരു മായയിൽ തോന്നിയിരിക്കുന്ന ഒരു തോറ്റം മാത്രമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അന്യേ സഹജ വാസ്തവമല്ല, അത് സഹജവുമല്ല വാസ്തവവുമല്ല. സഹജം എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ എപ്പോഴും ഉള്ളതുമല്ല, അത് വാസ്തവത്തിലുള്ള വാസ്തവമല്ല. അങ്ങനെയാണ് അതിൻ്റെ പ്രകൃതം. പങ്കമാകും അജ്ഞാനത്തെ കർമ്മങ്ങൾ പക ചെയ്യാതെ ഉറവാക്കും. ഈ അജ്ഞാനവും കർമ്മവും ഇൻഫേസ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങളായാൽ കൂടെ അതാണ് പങ്കമാകും അജ്ഞാനവും. കർമ്മങ്ങളെന്ന് പറയുന്നത് പുണ്യകർമ്മങ്ങളായാലും മഹത്തുക്കളുടെ അഭിപ്രായത്തിൽ അതും അജ്ഞാനത്തിനെ തഴപ്പിക്കുന്നതിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. കാരണം കർമ്മം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിന് പോഷണമായിട്ടാണ് കാണുന്നത്. പക്ഷേ കർമ്മം നിഷ്കാമ്യമായിട്ട് ചെയ്താൽ ആ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. പക്ഷെ നിഷ്കാമമായിട്ട് ചെയ്യാൻ ആർക്ക് സാധിക്കും? ജ്ഞാനികൾക്ക് മാത്രമേ സാധിക്കൂ. സാധാരണക്കാരല്ല എന്തെങ്കിലും ഒരു താല്പര്യത്തോടു കൂടി തന്നെ ആയിരിക്കും അതായത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ താല്പര്യം ഇല്ലാതെ ആ ഒരു നിഷ്കാമ്യമായിട്ട് അത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കൊള്ളാമെന്ന് പറയും. പക്ഷെ ഇവിടെ പറയുന്നത് ഇതാണ്, ഈ പുണ്യകർമ്മങ്ങൾ പോലും ഈ അജ്ഞാനത്തിന് പക ചെയ്യാതെ ഉറവാക്കും. അതായത് അതിന് വിരോധമല്ല, അത് അനുകൂലമായി ഈ അജ്ഞാനത്തിനെ തഴപ്പിക്കുമെന്നാണ്. എന്നിട്ട് അവർ പ്രത്യേകം പറഞ്ഞു, തുങ്കജ്ഞാനമേ അജ്ഞാനത്തെ ചുടുകിன்ற നെരുപ്പാമേ. കേവലം ഈ ആത്മവിചാര രൂപമായി ഇരിക്കുന്ന ഒരൊറ്റ പ്രക്രിയ അല്ലാതെ വേറെ ഒന്നും അജ്ഞാനത്തിന് വിരോധമായി പോവില്ല. അജ്ഞാനം എല്ലാം കൊണ്ടും അജ്ഞാനം തഴിക്കുക തന്നെ ചെയ്യും. ഇതാണ് സ്വാമി പറഞ്ഞതിൻ്റെ ഒരു ഉള്ളടക്കം. സ്വാമി അടുത്ത പദത്തിലേക്ക് പോയത് നമ്മളിത് കഴിഞ്ഞോളം പറഞ്ഞതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാത്തത്. അത് എങ്ങനെയാണ് ഈ അജ്ഞാനത്തെ ചുടുകിൻ്റെ നെരുപ്പാമേ എന്ന് വെച്ചാൽ ഈ ജ്ഞാനാഗ്നി ഈ അജ്ഞാനത്തിന് ഭസ്മമാക്കിയിട്ടുള്ളത്. ഈ രീതിയിലാണ് സ്വാമി ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അന്ധകാരത്തെ മേഘപടലം പോലെ സത്കർമ്മങ്ങൾ അകർത്ത അഭോക്താവായി തന്നെ കർത്താവായും ഭോക്താവായും ആക്കി തീർക്കുന്നതിനാൽ അജ്ഞാനത്തെ കർമ്മങ്ങൾ പക ചെയ്യാതെ ഉറവാക്കി നിൽക്കുമെന്നും സൂര്യൻ അന്ധകാരത്തെ മാറ്റി കളയുന്നത് പോലെ സംശയരഹിതമായ ബ്രഹ്മാത്മ ഐക്യജ്ഞാനം അജ്ഞാന കർമ്മങ്ങളെ നാശം ചെയ്യുന്നതിനാൽ തുങ്കജ്ഞാനമേ കരു അജ്ഞാനത്തെ ചുടുകിൻ്റെ നെരുപ്പാമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഉത്തമോത്തമ അധികാരികൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. കാരണം നമുക്കറിയാം ഈ കർമ്മങ്ങളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അന്ധകരണ ശുദ്ധി, മനസ്സ് ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ നിർദ്ദേശിച്ചത്. അത് കാമ്യമല്ലാതെ ചെയ്താൽ അന്ധകരണം ശുദ്ധമാകും. അപ്പോൾ കാമ്യമല്ലാതെ ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ചിന്നൻ സ്വാമിയെ പോലെയുള്ളവർ പറഞ്ഞു സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുരു ആജ്ഞ പാലിക്കാം. അത് ഒരു നിഷ്കാമ കർമ്മത്തിൻ്റെ സ്റ്റൈലാണ്. നമ്മളായിട്ടൊന്നും ചെയ്യല്ല, ഗുരു പറഞ്ഞു ഞാൻ ചെയ്യും. എൻ്റെതായ ഒന്നുമില്ല, അതിൽ കർത്തൃത്വം ഞാൻ എടുക്കുന്നു. കർത്തൃത്വ ഭോക്തൃത്വ രൂപമായിട്ട് ഇത് വരാമെന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വന്തമായിട്ടൊന്നും നടപ്പിലാക്കാൻ ശ്രമിക്കാതെ സമഷ്ടിയിൽ ഇരുന്ന് ചെയ്യാം. അത് ഗുരു എന്ന സമഷ്ടി രൂപമാണ്, നമ്മുടെ ഒരു സമഷ്ടി രൂപമാണ് ഗുരു. ഈശ്വരനെ പറയുന്നത് എന്തിനാണ്? ജീവൻ ഈശ്വരനായിട്ടുള്ള വ്യത്യാസം. ഈ ജീവൻ വ്യഷ്ടി, ഈശ്വരൻ സമഷ്ടി. നമ്മളെല്ലാം കൂടെ ചേർന്ന് സമഷ്ടി. ഒരാളെന്ന് പറയുന്നത് വ്യഷ്ടിയാണ്. അപ്പോൾ വ്യഷ്ടിഗതമായിട്ട് ഉള്ള തീരുമാനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ദിവത്വമാണ്. സമഷ്ടി രൂപത്തിൽ വരുമ്പോൾ അത് ഈശ്വരത്വമായി എന്നാണ് ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ രാഷ്ട്രീയമൊക്കെ അങ്ങനെയാണ്. അതെല്ലാം പൊതുവെ
എല്ലാവരുടെയും കൂടെ ജനഹിതമാണ് അത്, അല്ലേ? അങ്ങനെ വരുമ്പോൾ അതൊരു ഈശ്വരത്വമാണ്. അത് ആക്ച്വലി അത് ഈശ്വരത്വമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാമി പറഞ്ഞു, ഗുരു പറഞ്ഞതിനെ പാലിക്കുന്നത് നിഷ്കാമകർമ്മമാണ്. അങ്ങനെയാണ് നമുക്കിവിടെ നിഷ്കാമകർമ്മം ചെയ്യാൻ അല്പമെങ്കിലും സാധിച്ചത്. നീ അങ്ങനെ ചെയ്തോളൂ. ആ ഗുരുവിൻ്റെ ആജ്ഞയെ അനുസരിക്കുന്നു എന്നുള്ള രൂപത്തിൽ നമ്മൾ നിൽക്കുകയുള്ളൂ, അല്ലാതെ നമ്മളതിലൊരു അത്രത്വം എടുക്കില്ല. അങ്ങനെ ഒരു ഇതാണ്. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഈ ആശ്രമത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ ആജ്ഞകളുണ്ട്, ഗുരു ആജ്ഞകളുണ്ട്, പാലിക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. സ്വാമിയുടെ കുറേ കാര്യങ്ങൾ സ്വാമി പറഞ്ഞു വെച്ചിട്ടുണ്ട്, വിക്രമനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞതിൽ നീ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെ അങ്ങനെ അത് ഗുരുവാജ്ഞയാണത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ഗുരുവാജ്ഞയിൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയില്ല. പുണ്യപാപങ്ങളുടെ ഒരു ക്രയവിക്രയമാണ് വാസ്തവത്തിൽ ഈ ലോകം എന്ന് പറയുന്നത്. ഒരു വാക്കിലൂടെ, നോക്കിലൂടെ, ഒരു സംസാരത്തിലൂടെയെല്ലാം എന്താണ് ക്രയവിക്രയം ചെയ്യുന്നത്? പുണ്യപാപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മൾ അറിയുന്നില്ല. ഇത് സൂക്ഷ്മത്തിൽ നടക്കുന്ന വലിയൊരു പ്രക്രിയയാണ്. അല്ലെ? വ്യത്യസ്തമാണ്. പുണ്യപാപങ്ങൾ ക്രയവിക്രയം ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അതിൽ പുണ്യം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ രൂപത്തിൽ അതിൽ സാത്വികമായിട്ട് ഇടപെട്ടാൽ ഇതിലെല്ലാത്തിലും നമുക്ക് ഗെയിനാണ്. പുണ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാം തിരിച്ചങ്ങോട്ട് പോകും. ഈശ്വരൻ ഇതെല്ലാം അങ്ങോട്ട് കൊടുത്ത് അകത്ത് ഇങ്ങോട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ നിൽക്കും. അറിയ പോലും ഇല്ല. കടുത്ത പാപത്തിനും കടുത്ത പുണ്യത്തിനും അപ്പോൾ ഫലം എന്നാണ് പറയുന്നത്. കടുത്ത പാപത്തിന്റെ ഫലം മരണമാണ്, കടുത്ത പുണ്യത്തിന്റെ ഫലം ആത്മസാക്ഷാത്കാരമാണ്. അങ്ങനെയുള്ള പുണ്യം എന്തിനായിരിക്കും എന്ന് ആലോചിച്ച് നമുക്ക് മനസ്സിലായി. ഗുരുവിന്റെ ശ്രവണം തന്നെ അത് തന്നെയാണ് അതിൻ്റെ ആ പുണ്യമായിട്ട് അവർ മാറുന്നത്. 71ാമത്തെ പദ്യം പറയുന്നു, മനയ്ക്കുൾ വൈത്ത പണ്ടങ്ങളെ മറന്നവൻ വരുണം 100 അഴുതാലും നിനത്തുണർന്ന പിൻ കിട്ടും അപ്പടിയുന്ന നിർമ്മല ആത്മാവും അനർത്ഥമാണ് തൻ മറതിയൊക്കെടുത്ത് തൻ അറിവിനാൽ കാണാമൽ കനത്ത കർമ്മങ്ങൾ 100 യുഗം ചെയ്യനും കാണുമോ കാണാതെ. മനക്കുൾ വൈത്ത വണ്ടങ്ങളെ മറന്നവൻ വരുടം 100 അഴുതാലും നിനത്തുണർന്ന പിൻ കിട്ടും അപ്പടിയുന്ന നിർമ്മല ആത്മാവും അനർത്ഥമാണ് തൻ മറതിയൊക്കെടുത്ത് തൻ അറിവിനാൽ കാണാമൽ കനത്ത കർമ്മങ്ങൾ 100 യുഗം ചെയ്യും കാണുമോ കാണാതെ. മുറിക്കുള്ളേ വച്ച് രത്നം മുതലായ പദാർത്ഥങ്ങളെ വച്ച സ്ഥലം അറിയാതെ മറന്ന പുരുഷൻ വരുടം 100 എഴുതാലും 100 കൊല്ലം കരഞ്ഞാലും നിനത്തുണർന്ന പിൻ കിട്ടും. കരഞ്ഞത് കൊണ്ട് അത് കിട്ടുകയില്ല എങ്കിലും നല്ലതുപോലെ ആലോചിച്ച് അറിഞ്ഞ് രക്തം വച്ച സ്ഥലം കണ്ടുപിടിച്ച് നോക്കിയാൽ ആ പദാർത്ഥത്തെ എങ്ങനെ കിട്ടുമോ അപ്രകാരം ഇന്ത നിർമ്മല ആത്മാവും ആർക്കും അപരോക്ഷമായി നിർമ്മലമായ ആത്മാവും അനർത്ഥമാണ് ദുഃഖത്തിന് കാരണമായ തൻ മറതിയെ കെടുത്ത് തൻ്റെ അറിവില്ലായ്മയെ നശിപ്പിച്ച് തൻ അറിവിനാൽ കാണാമൽ തൻ്റെ ജ്ഞാനത്താൽ കാണപ്പെടാൻ ശ്രമിക്കാതെ കനത്ത കർമ്മങ്ങൾ, ഭാരമേറിയ കർമ്മങ്ങൾ 100 യുഗം ചെയ്താലും കാണപ്പെടുമോ? കാണുകയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെ പറഞ്ഞുകൊണ്ട് വരികയാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനമാവതേതെന്താ മനാദിയാം ശരീരത്തിൽ ഇന്ത ജ്ഞാനവൻ ചിത്തത് ജഡമേത് ഇരണ്ടും ഒറ്റാകെ ചേരും ബന്ധമേത് വീടേത് എന ഉചാവുതൽ. ഇതിനെ നിരന്തര ചിന്തയാണ് ജ്ഞാനമായിട്ട് പറഞ്ഞത്. ഈ ജ്ഞാനം എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉപായമാണ് പറഞ്ഞത്. ഈ മനസ്സ് തുടങ്ങിയ ഈ ശരീരത്തിൽ, മനസ്സെന്നുള്ള സൂക്ഷ്മ ശരീരത്തിൻ്റെ പേരാണ്. ഈ സൂക്ഷ്മ ശരീരം, സ്ഥൂലശരീരം തുടങ്ങിയ ഈ ഇതിൽ ഞാനെന്ന് വ്യവഹരിക്കുന്നത് ഏതിനെയാണ്? എൻ്റെ ഞാൻ യവൻ ചിത്തേത്. ഇതിൽ സ്വയം പ്രകാശമായിരിക്കുന്നത് ഏതാണ്? ജഡമായിരിക്കുന്നത് ഏതാണ്? ഇനി ചിത്തടങ്ങളെ സംബന്ധിക്കുന്ന ബന്ധിപ്പിക്കുന്ന ആ ഒന്ന് ഏതാണ്? ഇതിനെപ്പറ്റി ഇങ്ങനെ
നിരന്തരമായിട്ട് വിചാരം ചെയ്യുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എങ്ങനെ വരുമെന്ന് ചോദിച്ചതിന് പറഞ്ഞ മറുപടിയാണ്. അപ്പോൾ ജ്ഞാനം വരുന്നതിന് ഒരേ ഒരു ഉപായം പറഞ്ഞു, കർമ്മത്തെ അല്ല ഇവിടെ നിർദ്ദേശിച്ചത്. സകാമകർമ്മം ആണെങ്കിൽ പോലും ഇയാൾക്ക് കർത്തൃത്വ ഭോക്തൃത്വ രൂപമായിട്ടത് ഇത് കൊടുക്കുകയുള്ളൂ, ജ്ഞാനത്തെ തടയുള്ളൂ. ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനമാണ് കർത്തൃത്വം. അതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് ഞാൻ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു എന്നുള്ള രൂപത്തിൽ ഞാൻ ഇങ്ങനെ മാറും. അതാണ് കർത്തൃത്വ ഭോക്തൃത്വ രൂപം. പറഞ്ഞു, ആത്മാവ് ഒന്നിനും കർത്താവല്ല, ഒരു കർമ്മവും ചെയ്യുന്നവനും അല്ല. അതുപോലെ ഈ കർമ്മഫലങ്ങളെ ഭുജിക്കുന്നവനും ഈ ആത്മാവ് ഭുജിക്കുന്നവനും അല്ല. ഇതാണ് ഇതിൽ തിരിച്ചറിയേണ്ടത്. അങ്ങനെ തിരിച്ചറിയുന്നതിലെയാണ് ജ്ഞാനമായിട്ട് പറഞ്ഞത്. ജ്ഞാനം താൻ വരുന്നത് എപ്പടി എൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞിങ്ങനെ ഇതിനെയാണ്. ഇപ്പൊ ഇതിനെ പിടിച്ച് കാണാനായിട്ടുള്ള ഒരു നിരന്തര വിചാരം ഇതിൽ അനുശൂലം ഇങ്ങനെ ചെയ്യുന്നതിനാണ് ധ്യാനമെന്നും സമാധിയിലേക്കുള്ള സവികൽപ്പ സമാധി പഴക്കമെന്നൊക്കെ പറയും. ഇങ്ങനെ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തിനു പറയും, ലോക വ്യവഹാരമൊന്നും വേണ്ടെന്ന് നമുക്ക് പറയേണ്ട കാര്യമുണ്ട്. സ്വാഭാവികമാണ്, ലോക വ്യവഹാരമൊക്കെ പോകും. ഇതിലോട്ട് ആ ഏകാഗ്രത ചിന്ത ഇതിൽ പുരോഗമിച്ചാൽ ഇതെല്ലാം മാഞ്ഞു പോയി. മായയ്ക്ക് ഇവിടെ പ്രവേശിക്കാൻ പറ്റില്ല. ഈ ആത്മവിചാരത്തിന് മുമ്പിൽ മായയ്ക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അതാണ് വിചാരം. വിചാരം എന്ന് പറഞ്ഞാൽ മായ അവിടെ തൊടുവില്ലെന്നാണ് പറയുന്നത്. ഇത് ഒരിക്കലും ആ കഥ ഒന്നുകൂടെ നമുക്ക് പറയേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന് ഈ ഇതെല്ലാം വന്നതിന് ശേഷം അദ്ദേഹം ഒരിക്കൽ ഭഗവാൻ ശിവനുമായിട്ടുള്ള ഒരു സംവാദം ഉണ്ടായി. അപ്പോൾ ശ്രീരാമൻ ചോദിച്ച ഇതാണ്, അല്ലയോ ഭഗവാനെ, ഇത്രയും വിശിഷ്ടമായ ഇത്രയും പവിത്രമായ ഇതിനെല്ലാം മറന്നിട്ട് ഈ രാജാക്കന്മാർ പോലും ഈ തുച്ഛമായിരിക്കുന്ന ഈ മായാകാര്യങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് ഇങ്ങനെ കഴിയാൻ എന്താണ് കാരണം? ഇത്ര വിശിഷ്ടമായ, ഇത്ര ദിവ്യമായ, പവിത്രമായ എന്നൊക്കെയാണ് പറയണത് അതിൻ്റെ അനുഭവത്തെ. ഇതിനെ കളഞ്ഞുകൊണ്ട് ഈ രാജാക്കന്മാരെല്ലാം ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോഴദ്ദേഹം പറഞ്ഞു, ചിന്താസ്വാമി കൂടെ പറയാം, അതാണ് ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നത്. അപ്പോൾ പറഞ്ഞതാണ്, രാമ നീ പുണ്യശാലിയാണ്, രാമ നീ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ലോകത്തിൽ കോടാനുകോടി മനുഷ്യന്മാരുണ്ട്. അതിൽ ചിലർ പിശാചികളെ ഉപാസിക്കും. അങ്ങനെ പിശാചികളെ ഉപാസിച്ച് അതിൽ വരുന്ന കോടാനുകോടി ആളുകൾ, കുറച്ച് ആളുകൾ ഗന്ധർവന്മാരെ ഉപാസിക്കും. അങ്ങനെ വരുന്ന പിതൃക്കളെ ഉപാസിക്കും, പിന്നെ ദേവന്മാരെ ഉപാസിക്കും. അങ്ങനെ വരുന്ന കോടാനുകോടി ആളുകളിൽ കുറച്ച് പേർ ത്രിമൂർത്തികളെ ഉപാസിക്കും. ത്രിമൂർത്തികൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഉപാസിക്കും. അങ്ങനെ ഉപവസിക്കുന്നവർക്ക് ഈ ഭാഗവതാദി ഗ്രന്ഥങ്ങളൊക്കെ കേൾക്കാനിടയാവും. അത് സംബന്ധിച്ചൊക്കെ അവർക്ക് സംശയങ്ങളുണ്ടാവും. അങ്ങനെ ഇത് സംശയം ചോദിക്കാനായിട്ട് ഗുരുക്കന്മാരെ സമീപിക്കും. അപ്പോൾ നോക്കണം, ആ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ കഴിഞ്ഞു, അതിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് കടന്നു. അതിൽ വരുന്ന സംശയ നിവൃത്തിക്ക് ഗുരുവിനെ പോയി കാണാൻ തുടങ്ങി. അങ്ങനെ ഗുരുവിനെ ഉപാസിക്കും. അങ്ങനെ ഗുരു ഉപാസിക്കുന്നവരിൽ കോടാനുകോടി ആളുകൾക്ക് ഗുരു ഉപദേശം കിട്ടും. അതാണ് തത്വമസി മഹാവാക്യം. ഇതിനെയാണ് ഇവിടെ പറഞ്ഞത്. പതുക്കെ അപ്പം റിഫൈൻ ചെയ്ത് തന്നെയാണ് പറഞ്ഞത്. ഗന്ധർവന്മാരെയും ഇവരെയൊക്കെ ഉപാസിക്കുന്ന ആളുകളായിട്ടാണ് ആദ്യമൊക്കെ ഇരുന്നത്. പതുക്കെ റിഫൈൻ ചെയ്ത് ത്രിമൂർത്തികളെ ഭജിക്കുന്ന രൂപത്തിലായി തീർന്ന ആദ്യം. അവിടെ വെച്ചാണ് ഭാഗവതാദി ഗ്രന്ഥങ്ങളൊക്കെ കേൾക്കാനിടയായി. അവിടെ മുമ്പെയാണല്ലോ ഇതൊക്കെ പാരായണം ചെയ്തത്. അപ്പൊ പാരായണം ചെയ്തപ്പോൾ അതിൽ ഒരു വലിയ തെറ്റ് കണ്ടുപിടിച്ച് ഒരു ഗുരുവിനോട് തർക്കിക്കാൻ, ചിന്നസ്വാമി പറയുന്നത് തർക്കിക്കാനാണ് ചെല്ലുന്നത് ആദ്യം. കാരണം എല്ലാം അറിയാം, അവർക്കെല്ലാം അറിയാം. അവർ ബുദ്ധി എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിയാണെന്നൊക്കെ വിശ്വസിച്ച ഒരു കാലമുണ്ട് അവർക്ക്. അങ്ങനെ ചെന്ന് പറയും, സ്വാമി ഇവരെന്ത് സ്വാമി ഇങ്ങനെയൊക്കെ അസംബന്ധം എഴുതി വെച്ചിരിക്കുന്നു, ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവിടെ അപ്പുറം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതെന്താണ് സ്വാമി? അവരാണ് പറയുന്നത്. അവരെ അങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ചിന്മനസ്വാമിയുടെ അഭിപ്രായം.
ഇങ്ങനെ ഒരു കുറ്റം കൊണ്ട് പറഞ്ഞ് മിടുക്കൻ ചമയാനായിട്ടാണെങ്കിലും ഒരു ഗുരുവിനെ സമീപിക്കാൻ വേണ്ടി തന്നെയാണ് ജീവിച്ചത്. അവർ പറഞ്ഞു കൊടുക്കും, ആഹാ നീ വന്നോ, ഇത് എത്ര കാലമായ കാലം. വിവേകാനന്ദ സ്വാമി ചെന്നപ്പോഴും, കാരണം വിവേകാനന്ദ സ്വാമിക്ക് ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞു, അദ്ദേഹം അഭിമാനിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയിലും അദ്ദേഹത്തിന്റെ എല്ലാത്തിലും അഭിമാനിച്ചിരുന്നു. ശ്രീരാമകൃഷ്ണദേവനെ കണ്ടപ്പോഴും അദ്ദേഹത്തിന് നിസ്സാരമാണ് തോന്നിയത്. ഈ മനുഷ്യനോ ദൈവം എന്തോന്ന്. എന്നാൽ ശരിയാണ് ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ ദൈവത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ലേ? അവിടെ ഒരു തർക്കമാണെന്ന് ചോദിച്ചു. മറുപടി പറഞ്ഞ് കൊണ്ടുപോനെ എങ്ങനെയാന്ന് ചോദിച്ചു, നിന്നെ കാണുന്ന പോലെ പ്രത്യക്ഷമായിട്ട് ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ. എപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ ഒന്ന് കാണിച്ചു തരുന്നത്. കാരണം ഈ തരത്തിലൊക്കെയാണ് അവരുടെ ആദ്യ ഭാവം നിൽക്കുന്നത്. പിന്നീട് ആ ഗുരുവിന് ഒരു ക്യാൻസർ രോഗമാണ്. അതിന് ഡോക്ടർമാർ ഓപ്പറേറ്റ് ചെയ്ത് ആ പഴുപ്പെല്ലാം കൂടെ എടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ട് പറഞ്ഞ് ഇത് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടണം, ഇത് ആരും കാലിനൊന്നും പറ്റാൻ പാടില്ല. അങ്ങനെ നിന്ന ആള് ആയിരിക്കുന്ന വിവേകാനന്ദ സ്വാമികൾ അത് കയ്യിൽ വാങ്ങിച്ച് അങ്ങ് കുടിച്ചു കളഞ്ഞതാണ് പറഞ്ഞത്. കുടിച്ചത് മാത്രമല്ല, അവസാനം ആ പാത്രം ഇങ്ങനെ വഴിച്ച് നടക്കാൻ തുടങ്ങി. കളയാനൊന്നുമില്ല ഗുരുവിലെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പൂർവ്വഭാവങ്ങളിൽ നിന്ന് ആ നമുക്ക് നല്ല അറിവുള്ള വിവേകാനന്ദ സ്വാമികൾക്ക് വന്ന പരിവർത്തനം എന്തായിരുന്നു മനസ്സിലായില്ലേ? ഇതുപോലെയാണ്. അപ്പൊ ഈ രൂപത്തിലാണോ ഒരു ഇപ്പൊ പറഞ്ഞു വന്ന ഇതാണ്, ഇവര് ഈ ആത്മവിചാരം പഠിപ്പിച്ചു, തത്വമസി ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. തത്വമസി എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ആരാണ്, ഈ പിന്നെ 90 ലക്ഷ്യമായി നിന്നത് ആ കൂടസ്ഥനും തൽപത ലക്ഷ്യമായി നിന്ന് ആ പ്രഭുവും ഒന്ന് തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പം എങ്ങനെയാണ് 90 ലക്ഷ്യമായി വരേണ്ടത്? അത് വിട്ട ലക്ഷണം കൊണ്ടാണെന്ന് പറഞ്ഞു കൊടുത്തു. ആ വിചാരപൂർവമായിട്ട് ഇതിനെ ധ്യാനിക്കാൻ തുടങ്ങി. അതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഈ ലോകത്തെ ഒന്നും മാറ്റി നിർത്താനൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഇതൊക്കെ വിദ്യയാണെന്നും പറഞ്ഞു കൊടുത്തില്ല, ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ആത്മവിചാരം പറഞ്ഞു കൊടുത്തു. അതിന്റെ വെളിച്ചത്തിൽ ഇതെല്ലാം ഈ മായയെല്ലാം എത്രയോ ദൂരം പോയിരുന്നു. ഇതിന്റെ അർത്ഥം ഇതാണ്. അല്ലാതെ ഓർക്കുകയോ അത് വരുന്നു ഇത് വരുന്നു അത് കടന്നു വരുന്നു അതിനെപ്പറ്റി ചിന്ത വരുന്നു. എന്തുകൊണ്ട്? ആത്മവിചാരമില്ല. ഇപ്പൊ തന്നെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയപ്പോ ഈ മായ അകന്നുപോയി. അതാണ് പറഞ്ഞ, ആ വിചാരത്തിന്റെ മുമ്പിൽ ഈ മായയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കില്ല. അല്ലാത്തവരെ എല്ലാം ഈ മായ എടുത്ത് അമ്മാനമാടുമെന്നാണ്, എടുത്ത് തലകുത്തി അടിക്കുമെന്നാണ് പറയുന്നത്. സ്വാമിയുടെ വാക്ക് തന്നെ ഇങ്ങനെ. അപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ ഈ വിചാരത്തിന്റെ പ്രസക്തിയെ പറ്റിയാണ് നമ്മുടെ ഈ പദ്യവും പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒരു വീട്ടിനകത്ത് ഒരു മണ്ഡം വെച്ച് മറന്ന ഒരാൾ, അയാൾ 100 എത്ര തന്നെ കരഞ്ഞു വിളിച്ച് നിലവിളിച്ചാലും, അല്ലെങ്കിൽ തന്നെ വേറെ പലതരത്തിലുള്ള തപസ്സുകൾ, അതുപോലെ എത്രയോ ആളുകൾക്ക് അന്നദാനങ്ങൾ ഇതൊക്കെ കൊടുത്താലും ആ പണ്ടം തിരിച്ചു കിട്ടുമോ സുരേഷ്? പണ്ടം തിരിച്ചു കിട്ടണമെങ്കിൽ ആലോചിക്കണം, വിചാരം ചെയ്യണം. അത് പറയണ ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ ഇന്നലെ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, ഞാൻ കുളിക്കാൻ നേരത്ത് അവിടെ വെച്ചു എടുത്തു. അത് ഈ രൂപത്തിലുള്ള, ഞാൻ ഒരു സാമാന്യം പറഞ്ഞതേ ഉള്ളൂ, ഈ രൂപത്തിൽ അതിനെ വെച്ചിരുന്നത് പോലെ പോയി എടുക്കുന്നത് പോലെ അത് കിട്ടും. എന്നല്ലാതെ ഈ പറഞ്ഞ കണക്ക് 1000 വർഷം പിന്നെ ഇതുപോലെയുള്ള തപസ് ചെയ്താലോ അത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ ഇത് കിട്ടില്ല. പറഞ്ഞു ധരിപ്പിച്ചത് ജ്ഞാനത്തിന്റെ പ്രസക്തിയെ. കർമ്മങ്ങൾ കൊണ്ട് ജ്ഞാനം ഉണ്ടാവില്ല. അത് പുണ്യകർമ്മങ്ങൾ കൊണ്ട് പോലും അങ്ങനെ തന്നെ എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിന് കൊടുത്ത ഒരു ഉദാഹരണം ഇതാണ്. ഈ മറന്നുവെച്ച പണ്ടത്തെ എടുക്കണമെങ്കിൽ നല്ലതുപോലെ ആലോചിച്ച് നോക്കിയാലേ അത് കിട്ടുള്ളൂ. എങ്ങനെയാണ്, എപ്പോഴാണ്, എന്താണെന്നുള്ളത് നല്ലതുപോലെ വിചാരം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വെച്ച സ്ഥലം വച്ചിരുന്ന പോലെ അവർക്ക് ബോധ്യപ്പെടും. അങ്ങനെയാണ്. അതുപോലെ ഭാരമേറിയ കർമ്മങ്ങൾ 100 യുഗം എന്നൊക്കെയാണ് പറയുന്നത്. എത്ര കൊല്ലം, എത്ര യുഗങ്ങൾ ചെയ്താലും കാണുമോ കാണാതെ ഒരിക്കലും കാണിക്കാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെയൊക്കെ ചിലപ്പോൾ നമുക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. കാരണം പ്രാർത്ഥനയിലൂടെയാണല്ലോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഭഗവാൻ അത് സാധിച്ച് തരുമെന്ന് പറയുന്നതും
അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് സ്വാമി മറുപടി പറയും. അങ്ങനെ ആ ഈശ്വര അനുഗ്രഹം വരുമ്പോഴേ ഇയാൾക്ക് ഒരു ഗുരുവിനെ പോയി കാണാൻ തോന്നും. അപ്പോൾ ജ്യോത്സ്യന് പോയി കാണും. ഒരു ഗുരു തന്നെ പറഞ്ഞു കൊടുക്കും, ഈശ്വരാധീനം കുറവാണ്, ഈശ്വരാധീനം ഉണ്ടാക്കണം. അതിനെന്തെങ്കിലും ഒരു പത്രദീക്ഷ എടുത്താൽ കൊള്ളാം. അങ്ങനെയും തന്നെ ആദ്യകാലങ്ങളിൽ ഒരു ഗുരുവിനെ പോയി കണ്ടാൽ ഗുരു എന്ത് കൊടുക്കും? ഒരു മന്ത്രദീക്ഷ കൊടുക്കും. ഓം നമഃശിവായ തന്നെ ഗുരു പറഞ്ഞു കൊടുക്കുകയും അത് മന്ത്രം കാതിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊരു ദീക്ഷയോടുകൂടി കാലത്തും പിന്നെ വൈകിട്ടും ഒക്കെ അത് ജപിച്ചോളാൻ പറഞ്ഞു. ഇതുപോലെ അതൊക്കെ പതുക്കെ ജപിച്ച് മനസ്സിന് ശുദ്ധി വരുമ്പോൾ ഒരു ഗുരുവിനെ കാണാനിടയാവും. ഗുരു ഈ പറഞ്ഞ കണക്ക് യോഗികളെന്ന് കണ്ടുടനെ ആ ബ്രഹ്മവിജ്ഞാനം ഉപദേശിക്കും. ഇങ്ങനെയൊക്കെ തന്നെ ഏത് രൂപത്തിലായാലും അവർ പറഞ്ഞു വിചാരമിன்றി ഇതിനെ അടയാൻ സാധ്യമല്ല. ഇത് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞത് മാത്രമേ. വിചാരത്താൽ നശിച്ചു അറിവിനാൽ കാണാമൽ നിന്റെ ജ്ഞാനത്താൽ കാണപ്പെടാൻ ശ്രമിക്കാതെ കനത്ത കർമ്മങ്ങൾ, ഭാരമുള്ള കർമ്മങ്ങൾ 100 യുഗം ചെയ്താലും കാണുമോ കാണാതെ. തുളങ്ക് തർപ്പണം എന്ന 68-ാം പദ്യം മുതൽ മനയ്ക്കുൾ വൈത്ത എന്ന 71-ാം പദ്യം വരെ അജ്ഞാന നിവൃത്തി കർമ്മത്താലാണോ അതോ ജ്ഞാനത്താലാണോ എന്ന സംശയത്തിന് ഉത്തരമായി പറഞ്ഞിരിക്കുന്നു. ഈ 68-ാമത്തെ പദ്യം മുതൽ 71-ാമത്തെ പദ്യം വരെ 68, 67, 4 പദ്യം ഈ അജ്ഞാന നിവൃത്തി കർമ്മം കൊണ്ടാണോ ജ്ഞാനം കൊണ്ടാണോ സാധിക്കുന്നു എന്നുള്ളതിന് വ്യക്തമാക്കിയിരിക്കുക. ഇവ പ്രമേയ സന്ദേഹങ്ങൾ എന്നറിയില്ല. ഏത് കാര്യവും ആലോചിച്ച് വിചാരിച്ച് നോക്കി അറിയാൻ സാധിക്കുമെന്നല്ലാതെ വേറെ ഒരു ഉപായത്തിലും നമ്മൾ ചെയ്യുന്നതല്ല. ഒരു പരിധിവരെ ഉപയോഗശൂന്യമാണ്. ഇതിന് ഡയറക്റ്റായിട്ട് ആത്മവിചാരം പറഞ്ഞു കൊടുത്തു. ആത്മവിചാരം ചെയ്ത് ഇങ്ങനെ കഴിയുക. 72 നന്മയാം ഗുരുവേ ചുഖം തരുവത് ജ്ഞാനമേയനും വേദം തന്മപാപമിശ്രങ്ങളാൽ തേവർകൾ തരു വിലങ്കു കാൺ മാന്തർ ജന്മമാകും ആചാതി ആചാരമേ ചെയ്തവം ചുഖമെന്റ് കർമ്മകാണ്ഡത്തിൽ വിധിത്തതേൻ വിധിത്തുള്ള കാരണമൊരയിൽ. അതേ വിട്ടുകൊടുത്തില്ല. വീണ്ടും കർമ്മകാണ്ഡ ശ്രുതികളിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കുകയും സ്വാമിയോട്. തന്മയാം ഗുരുവേ സുഖം തരുവത് ജ്ഞാനമേയനും വേദം തന്മപാപ മിശ്രങ്ങളാൽ തേവർകൾ തരു വിലങ്കു കാൺമാന്തർ ജന്മമാകോ അജാതി ആചാരമേ ചെയ്തവം ചുഖമെന്റെ കർമ്മകാണ്ഡത്തിൽ വിധിത്തതേൻ വിധിത്തുള്ള കാരണമൊരയിൽ. ഗുരുവേ നന്മയാം സുഖം തരുവത് നിരതിശയമായ സുഖം അഥവാ ആനന്ദത്തെ തരുന്നത് ജ്ഞാനമേയനും വേദം. വേദം പറയുന്നു ജ്ഞാനമാണ്. ജ്ഞാനം കൊണ്ടേ ഈ നിരതിശയാനന്ദ സുഖം ഉണ്ടാവുള്ളൂ. അതായത് ബ്രഹ്മ ഐക്യജ്ഞാനം എന്ന് വേദം പറയുന്നു. ഈ നിരതിശയാനന്ദ സുഖത്തിന് അതാണ് നമ്മളിവിടെ പറഞ്ഞ മുക്തി സുഖം എന്നാണ് ഇവർ പറയുന്നത്. ഈ മുക്തി സുഖം വേണമെങ്കിൽ ഈ ജ്ഞാനം കൊണ്ടേ പറ്റുള്ളൂ. ജ്ഞാനമേയനും വേദം. ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മാത്മാ ഐക്യ ജ്ഞാനം. അതിനെയാണ് ജ്ഞാനം. അപ്പോഴങ്ങനെ പറഞ്ഞിരിക്കെ തന്നെ തന്മ പാപമിശ്രങ്ങളാൽ പുണ്യകർമ്മം പാപകർമ്മം മിശ്രകർമ്മങ്ങളാൽ തേവർകൾ ദേവജന്മവും വിലങ്കുകൾ തരും ജന്മം മൃഗം മുതൽ സ്ഥാവര പര്യന്തമുള്ള ജന്മവും മാന്തർ ജന്മവും മനുഷ്യജന്മവും ഉണ്ടാകുമെന്നും ചാതി ആചാരമേ ചെയ്തവമെന്നും അവനവൻ ചെയ്യത്തക്കതായ ഒഴുക്കമനുസരിച്ച് ചെയ്യത്തക്കതായ തൊഴിലാണ് തപസ്സെന്നും സുഖമെന്നും ഇതുകൊണ്ട് സുഖമുണ്ടാകുമെന്നും കർമ്മകാണ്ഡത്തിൽ വിധിത്തതയെ കർമ്മകാണ്ഡത്തിൽ വിധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്ത് വിചാരിച്ചാണ് വിധിത്തുള്ള അപ്രകാരം വിധിച്ചിരിക്കുന്നതിൻ്റെ കാരണമുരയിലെ കാരണത്തെ അരുളി ചെയ്താലും. കാരണം കർമ്മകാണ്ഡത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവരവരുടെ വർണ്ണാശ്രമ ധർമ്മങ്ങളെ ഈശ്വരാർപ്പണ ബുദ്ധിയാൽ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ മതി. അതിനെയാണ് തപസ് എന്ന് പറഞ്ഞത്. കർമ്മകാണ്ഡത്തിൽ വിധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അവരവരുടെ വർണ്ണാശ്രമ ധർമ്മം. ഇപ്പോൾ ഗ്രഹത്തിന് അവരുടെ വർണ്ണാശ്രമ ധർമ്മം
ബ്രാഹ്മണന്റെ വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് ബ്രാഹ്മണൻ ജീവിക്കുക, അല്ലേ? ബ്രാഹ്മണൻ, ക്ഷത്രിയ, വൈശ്യൻ, ശൂദ്രൻ, ഈ 4 ജാതിയിൽ പറഞ്ഞിട്ട് ഇവരുടെ വർണ്ണാശ്രമ ധർമ്മങ്ങൾക്ക് ഉചിതമായ കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരാർപ്പണ ബുദ്ധി, അതാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യണം, അല്ലാതെ ഞാൻ ചെയ്തു എന്ന് അഭിമാനിച്ച് ചെയ്യാതെ അത് ഈശ്വരാർപ്പണ ബുദ്ധിയിൽ ചെയ്യണം. ഭഗവത് സേവയായിട്ട് ചെയ്താൽ സുഖമുണ്ടാവുമെന്ന് കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വാമി എന്നാണ് പറയുന്നത്. ശരി തന്നെ, അത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അവനവൻ ജാതിയുടെ ഒഴുക്കമനുസരിച്ച് അവനവൻ ചെയ്യുന്ന തക്കതായ തൊഴിലാണ് തപസ്സെന്നും ഇതുകൊണ്ട് സുഖമുണ്ടാകുമെന്നും കർമ്മകാണ്ഡത്തിൽ വിധിച്ചിരിക്കുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണ്, എന്ത് വിചാരിച്ചാണ്? ഇതൊക്കെ ഭയങ്കര ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുക. വിധിത്തുള്ള കാരണം, അപ്രകാരം വിധിക്കാനുള്ള കാരണം ഉരയിലെ കാരണത്തെ അരളി ചെയ്യണം പറയുന്നു. പുണ്യം, പാപം, വിശ്രമം എന്ന 3 വക കർമ്മങ്ങളും ഉത്കൃഷ്ട, മധ്യമ, സാമാന്യ ഭേദത്താൽ ഓരോന്നും 3 വീതമായിരിക്കും. പുണ്യ ഉത്കൃഷ്ടത്താൽ ഹിരണ്യഗർഭാദി ശരീരപ്രാപ്തിയും, പുണ്യമധ്യമത്താൽ ദേവേന്ദ്രാദി ശരീരപ്രാപ്തിയും, പുണ്യസാമാന്യത്താൽ യക്ഷ, രാക്ഷസ, കിന്നര, കിംപുരുഷ, പിശാചാദി ശരീരപ്രാപ്തിയും, അതുപോലെ പാപോത്കൃഷ്ടത്താൽ പ്രാണികൾക്ക് ദുഃഖത്തെ കൊടുക്കുന്ന തേൾ, പാമ്പ്, കൊതുക്, മൂട്ടം, പുലി, കരടി മുതലായ ശരീരപ്രാപ്തിയും, പാപമധ്യമത്താൽ പുളിമരം, മാവ്, തെങ്ങ്, എരുമ, പരുന്ത് മുതലായ ശരീരപ്രാപ്തിയും, പാപസാമാന്യത്താൽ പശു, ആന, കുതിര, അരശ്, തുളസി മുതലായ ശരീരപ്രാപ്തിയും, മിശ്ര ഉത്കൃഷ്ടത്താൽ നിഷ്കാമ പുണ്യബലത്താൽ ഉണ്ടാകുന്ന ചിത്തശുദ്ധിയും അതിനാൽ സാധനിച്ച അധിഷ്ഠ സമ്പത്തിയും, അവകളാൽ സദ്ഗുരു ലാഭവും, അതിനാൽ ശ്രവണാദികളാൽ അപരോക്ഷജ്ഞാനവും ഉണ്ടായി ആ അപരോക്ഷജ്ഞാനത്താൽ ജീവൻ മുക്തി സുഖത്തെ അടഞ്ഞത്തക്ക ശരീരപ്രാപ്തിയും, മിശ്ര മധ്യമത്താൽ ആശ്രമത്തിന് ഉചിതമായ കാമ്യകർമ്മ യോഗ്യമായ ശരീരപ്രാപ്തിയും, മിശ്ര സാമാന്യത്താൽ ചണ്ടാള, പാണ്ഡു, കുഷ്ഠ, പെരും വ്യാധികൾ യോഗ്യമായ ശരീരപ്രാപ്തിയും ഉണ്ടാകുന്നതിനാൽ പുണ്യഭാവ മിശ്രങ്ങളാൽ മേൽപ്പറയപ്പെട്ട ജന്മങ്ങൾ മുറപ്രകാരം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. മുകളിൽ ചോദിച്ച ചോദ്യത്തിൽ ഇനി പറയാൻ പോകുന്ന 4 പദ്യങ്ങളാൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് കാണും. അപ്പോൾ പുണ്യം, പാപം, വിശ്രം, ഇത് 3ആണ്. പക്ഷെ ഇതിൽ തന്നെ ഉത്കൃഷ്ട, മധ്യമം, സാമാന്യം, ഇങ്ങനെ 3 വകഭേദങ്ങളുണ്ട്. ഇത് പുണ്യ ഉത്കൃഷ്ടമാണ് ഹിരണ്യഗർഭാദി ശരീരപ്രാപ്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഹിരണ്യഗർഭൻ എന്ന് വെച്ചാൽ വിഷ്ണുവൊക്കെ പുണ്യ ഉത്കൃഷ്ടത്തിൽ വന്നിരിക്കുന്ന ഒരു ജന്മമാണ്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ആ കാര്യം. അങ്ങനെയാണെങ്കിൽ വിഷ്ണു ഒരാളല്ലേ ഉള്ളൂ. ഇപ്പോൾ ഓരോരുത്തരും അങ്ങനെ വിഷ്ണു എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവില്ല. അത് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭേദം അവിടെ ഇല്ല. ഇത് നാനാമെന്നുള്ള ഒരു ഭേദം ജീവത്വത്തിലാണ് നിൽക്കുന്നത്, മറ്റേതൊന്നുമില്ല. അവരിങ്ങനെ തന്നെ, അതൊന്നും തന്നെയുണ്ട്. സ്വയം പറഞ്ഞൊരു ഉദാഹരണമാണ്. നമുക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ ആ പുണ്യം കൂടുതൽ ചെയ്യുന്ന ആളുകൾ കാണൂലേ സുരേഷ്? ഇപ്പോൾ സുരേഷ് നല്ല പുണ്യം ചെയ്ത ഹിരണ്യഗർഭ പദവിയിലേക്ക് പോയി. അപ്പോൾ നേരത്തെ തന്നെ ഹിരണ്യഗർഭ പദവി അലങ്കരിച്ച് അവിടെ ആളുകളില്ലേ? ഉണ്ടല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെ അതെങ്ങനെ ഒക്കുമെന്നുള്ള നമ്മുടെ ചോദ്യം ബാധിച്ചായിരുന്നു. കാരണം അവർ പറയുന്നു ഈ ജീവിതത്തിലാണ് ഇതെല്ലാം നാനാവായിട്ട് തോന്നുന്നത്. മറ്റെല്ലാം അങ്ങനെയല്ല. ഇതെല്ലാം ഇത് അന്യമാണെന്നോ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ ചെറുതാണെന്നോ വലുതാണെന്നോ കാണത്തക്ക വിധത്തിൽ ഒരു എന്തില്ല, ആ മനസ്സവരില്ല. എല്ലാം ഒന്നും തന്നെ. അവരങ്ങനെ അതിലൊഴുകി എങ്ങനെ പോകും, ഒഴുകി ഇങ്ങനെ നടക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേവേന്ദ്രൻ എത്ര ദേവേന്ദ്രമാണ്? ദേവേന്ദ്രാദി ശരീരപ്രാപ്തി ഏത് പുണ്യമധ്യമം ചെയ്ത് ദേവേന്ദ്രാദി ശരീരപ്രാപ്തിയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഓരോന്നും പുണ്യമധ്യമത്തിൽ ദേവേന്ദ്രാദി ശരീരപ്രാപ്തി, പുണ്യസാമാന്യത്തിലാണ് യക്ഷ, രാക്ഷസ, കിന്നര, കിംപുരുഷ, ഇവരൊക്കെ പുണ്യസാമാന്യത്തിൽ വന്നിരിക്കുന്ന ജന്മങ്ങളാണ്. ഇതാരാണ് സുരേഷ്? നമ്മൾ തന്നെ. നമുക്ക് ഈ പറയുന്ന പുണ്യവും പാവവും മിശ്രമൊക്കെ ചെയ്ത് പല തരത്തിൽ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഇത് അവതാരങ്ങൾ ഉണ്ടാവുകയാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത ദേവന്മാരൊക്കെ ഉണ്ടെന്നല്ലേ പറയണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്.
ഇതിന്റെ തിയററ്റിക്കൽ സൈഡ് ചിന്തിച്ചാൽ നമ്മുടെ ബുദ്ധി അസ്തമിച്ചു പോകും. അതങ്ങനെ പോണ്ട, ജ്ഞാനത്തിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഇതെല്ലാം തന്നെ കേവലം സാങ്കല്പികം മാത്രം, സത്വ സങ്കല്പമാണത്. ഇതിൻ്റെ അവിദ്യാസങ്കല്പത്തിലാണിത്. സങ്കല്പം വിട്ടാലോ എല്ലാം ഒന്നും തന്നെ, ഒരു വേർതിരിവുമില്ല. അങ്ങനെ അപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി പാപത്തെ പറ്റി പറഞ്ഞപ്പോൾ പാപ ഉത്കൃഷ്ടമാണ് പോലും കൊതുക്, മൂട്ട, നമുക്ക് ഈ മുള്ളുചെടികൾ, പ്രാണികൾക്ക് ഉപദ്രവം ചെയ്യുന്നതായ കാര്യങ്ങൾ വന്നിരിക്കും. പാപം മധ്യമം എന്ന് പറഞ്ഞാൽ കുറച്ച് പാപം കുറഞ്ഞതാണല്ലോ. പാപം മധ്യമത്താലാണ് പുളിമരം, മാവ് മരം, തെങ്ങ്, എരുമ, പരുന്ത് മുതലായ ശരീരപ്രാപ്തിയും. പാപസാമാന്യത്താൽ പശു, പാപസാമാന്യമാണ് പശു, ആന, കുതിര, അരസ്, തുളസി മുതലായ ശരീരപ്രാപ്തി. മിശ്ര ഉത്കൃഷ്ടത്താൽ, ഇനി അടുത്ത് പറയാൻ പോകുന്നത് മിശ്രകർമ്മമാണ്. മിശ്രം എന്ന് വെച്ചാൽ പുണ്യവും പാപവും ഇടകലർത്തി ചെയ്യുന്ന രൂപത്തിൽ വരുന്നവരാണ് മിശ്രകർമ്മം. അതിൽ പറയുന്നു, അതിൽ തന്നെ മിശ്ര ഉത്കൃഷ്ടം, മിശ്ര മധ്യമം, മിശ്ര സാമാന്യം, അങ്ങനെ മൂന്നുണ്ട്. ഇതിൽ മിശ്ര ഉത്കൃഷ്ടത്തിൽ ജാതരാകുന്നവരാണ്. അവർ പ്രത്യേകത പറയുന്ന ചിത്തശുദ്ധി, നിഷ്കാമ പുണ്യബലത്താൽ ഉണ്ടാകുന്ന ചിത്തശുദ്ധിയും അതിനാൽ സാധന ചെയ്ത സമ്പത്തിയും അവകളാൽ സദ്ഗുരുലാഭവും അതിനാൽ ശ്രവണാദികൾ ആ ശ്രവണാദികളാൽ അപരോക്ഷജ്ഞാനവും ഉണ്ടായി. ആ അപരോക്ഷജ്ഞാനത്താൽ ജീവൻ മുക്തി സുഖത്തെ അടയത്തക്ക ശരീരപ്രാപ്തിയും. ഇനി മിശ്ര മധ്യമത്തെ പറ്റി പറയണം. മിശ്ര മധ്യമത്താൽ ആശ്രമത്തിന് ഉചിതമായ കാമ്യകർമ്മ യോഗ്യമായ ശരീരപ്രാപ്തിയും. മിശ്ര സാമാന്യത്താൽ ചണ്ടാള, പാണ്ട്, കുഷ്ഠപ്പെരും വ്യാധികൾക്ക് യോഗ്യമായ ശരീരപ്രാപ്തി ഉണ്ടാകുന്നതിനാൽ പുണ്യപാപ മിശ്രങ്ങളാൽ മേൽപ്പറയപ്പെട്ട ജന്മങ്ങൾ മുറപ്രകാരം ഉണ്ടാകുമെന്ന് അറിഞ്ഞ് കൊള്ളുക എന്ന് പറഞ്ഞിരിക്കുന്നു. മേൽപ്പറഞ്ഞ ജന്മങ്ങൾ ഇതിൽ ഉണ്ടാകുന്നത് ഇങ്ങനെയാണെന്ന് ഒരാമുഖമായിട്ട് സ്വാമി പറഞ്ഞു. ചോദ്യം എന്താണ്? ചോദ്യത്തിന് ഉത്തരവാണ് പറയേണ്ടത്. ചോദ്യം ഇതാണ്: കർമ്മകാണ്ഡത്തിൽ വിധിത്തുള്ള കാരണം വരികയില്ല. നമുക്കറിയാം, ഇതിൽ പൊതുവായിട്ട് പറഞ്ഞ ഇതാണ്: സുഖം തരുவது ജ്ഞാനമേലും വേദം. വേദം പറയുന്നു, ഈ ജ്ഞാനം കൊണ്ടല്ലാതെ ഈ മുക്തി സുഖം അല്ലെങ്കിൽ നിരതിശയാനന്ദ മോക്ഷം ഇതിൽ വരില്ല എന്ന് പറയുന്നു. പക്ഷേ കർമ്മകാണ്ഡ ശ്രുതികൾ മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയല്ലേ സ്വാമി. അതായത് അവരവരുടെ വർണ്ണാശ്രമ ധർമ്മങ്ങൾ, ഉചിതമായ കർമ്മങ്ങളെല്ലാം ഫലാപേക്ഷയില്ലാതെ ചെയ്താൽ അതുകൊണ്ട് മാത്രം തന്നെ ഇത് ഉണ്ടാവുന്നല്ലേ, ഈ മുക്തിയെ അനുഭവിക്കാൻ സാധിക്കുന്നില്ലേ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതിന് സ്വാമി കൊടുത്ത മറുപടി ഇതാണ്: ഈ പുണ്യവും പാപവും മിശ്രവും കൂടെ ചെയ്ത് ഓരോ പ്രാണികളായിട്ട് ഇരിക്കുന്ന ഒരു രൂപം വരച്ച് കാണിച്ചു പറഞ്ഞു. ഇതിൽ സ്വാമി തന്നെ പറയണ്ടായി, ഇതിൽ മിശ്രകർമ്മമാണ് മനുഷ്യ ശരീരത്തിന് മിശ്രകർമ്മമാണ് ചെയ്യാറ്. പുണ്യം മാത്രം ചെയ്താൽ ദേവന്മാരായിട്ട് പോകും, പാപം മാത്രം ചെയ്താൽ തിരിയക്ക് ജന്തുക്കളായിട്ട് പോകും. അതിൽ തന്നെ ഉത്കൃഷ്ട മധ്യമാധമുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ രൂപത്തിലാണ് ഈ സകല പ്രാണികൾ ഇതിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലായിരുന്നു. ഇങ്ങനെ പക്ഷെ മനുഷ്യ ജന്മത്തെ പറ്റി പറഞ്ഞിട്ട് അവർ പറഞ്ഞു, മനുഷ്യനായിട്ട് വന്നതല്ലാതെ ഇതിൽ മുക്തി ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനമാണ് മനുഷ്യർക്ക് മാത്രമേ പുണ്യഭാവ മിശ്രങ്ങൾ ചെയ്തു വരാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അവരെ സംബന്ധിച്ച് സുഖവും ദുഃഖവും അവർക്കറിയാം. അവർ ഈ സുഖ ദുഃഖങ്ങളെ ഏതാണ് ദ്വന്ദ്വങ്ങൾ, ഈ ദ്വന്ദ്വങ്ങളെ മാറ്റി ഈ ദ്വന്ദ്വരഹിതമാകുന്ന രൂപത്തിൽ ആനന്ദമായിട്ടിരിക്കാൻ അവർക്ക് സാധിക്കും. അവർക്ക് സുഖത്തെ പറ്റി അറിയാം, ദുഃഖത്തെ പറ്റി അവർക്കറിയാം. പക്ഷെ ദേവന്മാർക്ക് ദുഃഖത്തെ പറ്റി അറിഞ്ഞില്ല. അതുപോലെ പാപിഷ്യന്മാരായിരിക്കുന്ന ജന്തുക്കൾക്ക് സുഖത്തെ പറ്റി അറിയില്ല. അതുകൊണ്ട് അവർക്ക് ഇത് രണ്ടും വേദിച്ചറിയാൻ ഒക്കാത്തതുകൊണ്ട് അവർ ആദ്യം തന്നെ സ്റ്റക്കായിട്ട് അങ്ങനെ കിടക്കും.
ഇത് പറഞ്ഞു മനുഷ്യൻ ഇത് രണ്ടും അറിയും, സുഖവും അറിയാം ദുഃഖവും അറിയാം. ഇതിൽ നിന്ന് എങ്ങനെ മോചനം എന്ന് വെച്ചാൽ ആനന്ദമാണ് ഇതിന്റെ രണ്ടിന്റെയും മധ്യം അല്ലേ. അതിൽ നിന്ന് ദുഃഖത്തിലേക്കും ആനന്ദത്തിൽ നിന്ന് സുഖത്തിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിൽ ആനന്ദത്തിൽ തന്നെ സ്ഥിതി ഇതിൽ വരണം. അതാണ് ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ അതിനെയാണ്. ആ രൂപത്തിൽ അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലിരുന്ന് കുറെ കാലം ഇരുന്നതിന് ശേഷം ഒരു ഉത്കൃഷ്ടമായ ഒരു മനുഷ്യജന്മം വരുന്നതാണ്. അത് അവരാണ് പറയുന്നത്. നമ്മുടെ പിന്നെ സ്വാമിമാരൊക്കെ മഹത്തുക്കളെല്ലാം അങ്ങനെയാണ്. അവരെല്ലാം പൂർണ്ണജന്മം പരിശോധിച്ചാൽ അവർ ഈ രൂപത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. ബ്രഹ്മോഷ മഹേശ്വരന്മാരെന്ന് പറയുന്നത് ഇവിടെ അകപ്പെടുന്നതെന്നാണ് പറയുന്നത്. പുണ്യം ചെയ്ത് അങ്ങനെ അകപ്പെടും. അവർ ധ്യാനിക്കല്ലേ. വിഷ്ണുവും അനന്തരിൽ കിടന്ന് ധ്യാനിക്കുകയും ചെയ്യും. ബ്രഹ്മാവും ധ്യാനം തന്നെ ചെയ്യണം അല്ലേ. ബ്രഹ്മാവ് വേദഗ്രന്ഥങ്ങൾ കയ്യിൽ മുറുക്ക പിടിച്ചാണ് ഇരിക്കണം. എപ്പോഴും വേദത്തെ വിട്ടല്ല ബ്രഹ്മാവിന്റെ ഇരിപ്പ്. എപ്പോഴും അതിൽ തന്നെ ആ ബ്രഹ്മചാരത്തിൽ അങ്ങനെ കഴിയണം. അവർക്ക് അതിനുള്ള അനുകൂല ജന്മം കൂടെയാണ്. അങ്ങനെ വന്നു അത് മനുഷ്യജന്മം വന്ന് അതിൽ ഇരുന്ന് മുക്തിയടഞ്ഞു പോകും. അതൊക്കെ ഗുരുക്കന്മാർക്ക് ഏറ്റവും പ്രധാനം. ബ്രഹ്മർഷി മഹേശ്വരന്മാരെക്കാട്ടിലും മുകളിലാണ് പോലും ഗുരുക്കന്മാർ എന്ന് പറഞ്ഞ് പിന്നെ അത് നമ്മൾ കേട്ടിരിക്കും. ഭക്തികളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഗുരുവാണ് ഏറ്റവും മുകളിൽ, ഏറ്റവും വലിയ സ്ഥാനം ഗുരുവിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മുക്തി അടങ്ങി പോകാൻ സാധിക്കും. മറ്റവർക്കൊക്കെ ഇനി എന്തൊക്കെയോ ചെയ്തൊക്കെയാണ് ഇനി അതിലേക്ക് പിന്നെ പെട്ടെന്ന് വരും. കാരണം അവർ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പുണ്യം ചെയ്യുന്നത് കുറ്റമല്ല. പുണ്യം ചെയ്ത് തേറി വരിക അതെല്ലാം അനുകൂലമായിട്ട് പിന്നെ വന്നു ഭവിച്ചോ എന്നാണ്. ഇവിടുത്തെ ചോദ്യം ഉത്തരവും മറന്നു പോകരുത്. ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വാമി ഇങ്ങനെ 3 പേരെ പറഞ്ഞതിന് ശേഷം സ്വാമി 73 പറയുന്നത് അതിൻ്റെ ഉത്തരമാണ്. കേട്ടോ, ദിനവും മണ്ണുകർ പിള്ളയെ നോക്കി ഇറങ്ങിയ തീപ്പണ്ടം എതിർക്കാട്ടി കനമരുந்துകൾ ഒളിത്തു வைத்த അഴുക്കിന്റെ കരുണை നർത്തായി പോലെ മനയറങ്ങൾ ചെയ്യും മകങ്ങൾ ചെയ്യും നണ്ടെന്റെ മലർന്ന വാചകം ചൊല്ലും നിലയു വേറുകാണ് ചുവർക്ക് കാമികൾ இந்த നിർണയം தெரியாതെ. ദിനവും മണ്ണുകർ പിള്ളയെ നോക്കിയിറങ്ങിയ തീപ്പണ്ടം എതിർക്കാട്ടി കനമരുந்துകൾ ഒളിത്തു வைத்த അഴുക്കിന്റെ കരുണை നർത്തായി പോലെ മനയറങ്ങൾ ചെയ്യും മകങ്ങൾ ചെയ്യും നണ്ടെന്റെ മലർന്ന വാചകം ചൊല്ലും നിனைவு വേറുകാണ് ചുവർക്ക് കാമികൾ இந்த നിർണയം தெரியாതെ. പറയണം, നാൾ തോറും ദിവസം തോറും നിസ്സാരമായ മണ്ണിനെ തിന്നുന്ന തൻ്റെ കുഞ്ഞിന്റെ വ്യാധിക്ക് ദിവസം ഇങ്ങനെ മണ്ണുവാരി തിന്നുമല്ലോ. കൊച്ചു പിള്ളേർ മണ്ണുവാരി തിന്നും. മണ്ണുവാരി തിന്ന തൻ്റെ കുഞ്ഞിന്റെ വ്യാധിക്ക് മനസ്സലിഞ്ഞ് മാതാപിതാക്കളെ ഒരു മനസ്സലിഞ്ഞ് തീപണ്ടം എതിർക്കാട്ടി മധുരപദാർത്ഥങ്ങളെ മുമ്പിൽ കാണിച്ചിട്ട് കനമരുந்துകൾ ഒളിത്തു വയ്ത്ത് കയ്പുള്ള ഔഷധങ്ങളെ കാണിക്കാതെ ഒളിച്ചു വെച്ച് അഴുക്കിൻ്റെ കുടിപ്പിക്കുന്ന കരുണനർത്തായി പോലെ കരുണയുള്ള മാതാവിനെ പോലെ മനയറങ്ങൾ ചെയ്യും കർമ്മകാണ്ഡത്തിൽ വിധിച്ചിരിക്കുന്ന പ്രകാരം കർമ്മങ്ങളെ ചെയ്യുക. മകങ്ങൾ ചെയ്യും ഉപാസനാ കാണ്ഡത്തിൽ വിധിച്ചിരിക്കുന്ന പ്രകാരമുള്ള ഉപാസനകൾ ചെയ്യുക. നണ്ടെന്റ് ഇവകളാൽ നിനക്ക് സുഖമുണ്ടാകുമെന്ന് മലർന്ന വാതകം ചൊല്ലും. വെളിവാക്കപ്പെട്ട ശ്രുതിവാക്യങ്ങളാൽ അതിന്റെ ഉദ്ദേശം നിனைவு വേറുകാണ്. ഇങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം സാരം ഇങ്ങനെ ചെയ്യാനല്ല, വേറെയാണ്. സ്വർഗകാമികൾ സ്വർഗഭോഗങ്ങൾ ഇച്ഛയുള്ളവർ അന്ത നിർണയം தெரியாது അതിന്റെ യഥാർത്ഥ നിശ്ചയത്തെ അറിയുന്നില്ല. ദിവസേന മണ്ണി തിന്നുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന രോഗത്തിന്റെ ശമനത്തിന് കാരുണ്യത്താൽ കയ്പൻ മരുന്ന് ഒളിച്ചു വെച്ച് മധുരമുള്ള സാധനം കാണിച്ച് മരുന്ന് കൊടുത്ത് സുഖക്കേട് മാറ്റുന്ന കരുണയുള്ള നല്ല മാതാവിനെ പോലെ എന്ന് പറഞ്ഞ ദൃഷ്ടാന്തത്താൽ ജനനം തോറും നിസാരമായ വിഷയങ്ങളെ ഉണ്ടുവരുന്നതിനാൽ
അജ്ഞാനിയായ ബാലൻ അടയുന്ന ജനനമരണ രൂപമായ രോഗത്തിന് മനസ്സുരുതി അതിനെ തീർക്കണമെന്നുള്ള പരമ അദ്വൈത ജ്ഞാനത്തെ ഒളിച്ചു വെച്ച് അവൻ ഇഷ്ടമായി തോന്നുന്ന സ്വർഗസുഖങ്ങളെ കാണിച്ച് അദ്വൈത നില ഉപദേശിക്കുന്നു. ഉദാഹരണം കൊണ്ട് സുഖങ്ങളല്ല അഭികാമ്യം, സംസാര ദുഃഖം തീരുന്നതിനുള്ള മരുന്നാണ് പരമ അദ്വൈതം ജ്ഞാനം. അതിനെ നേരെ പറയാതെ അജ്ഞാനികൾക്ക് താല്പര്യം തോന്നുന്ന വിധമുള്ള ഭൗതിക ശ്രേഷ്ഠതയ്ക്ക് ഉതകുന്ന കർമ്മങ്ങളെ പറഞ്ഞിട്ട് അനുഷ്ഠിക്കുന്ന അവരെ വളരെ ദുഃഖാവഹമായ അദ്വൈതം എന്നിട്ട് അതിന് ഉപദേശിക്കുന്നു. കടുത്ത ദുഃഖാവഹமான സത്സംഗത്താൽ തൽപദം പ്രാപിച്ചിടാം ആചാര്യ കാരുണ്യത്താൽ. സ്വാമി കൂടെ പറയുന്നത് കടുത്ത ദുഃഖാവഹமான സത്സംഗത്താൽ തൽപദം പ്രാപിച്ചിടാം ആചാര്യ കാരുണ്യം. അർത്ഥം എന്താണ്? ഇതെങ്ങനെയാണ് സത്സംഗം ദുഃഖാവഹമാകുന്നത് ചോദിച്ചാൽ, നമുക്ക് ഈ ലോകത്തില് പല രൂപത്തിലിരുന്ന് സുഖിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ പിടിച്ചിരുത്തി ഇത് പറഞ്ഞു കൊടുക്കാന്ന് പറയുമ്പോൾ അവർക്ക് കടുത്ത ദുഃഖാവഹം തന്നെയാണ്. ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലേ? നമുക്ക് നമ്മുടെ ജീവൻ ഇഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങൾ എഴുതുന്നില്ലേ? അപ്പം സ്വാമി ഇങ്ങനെ പറയുമ്പോൾ സ്വാമിയുടെ വാക്കാണിത്, കടുത്ത ദുഃഖാവഹமான സത്സംഗത്താൽ തൽപദം പ്രാപിച്ചിട്ട് ആചാര്യ കാരുണ്യം. ഇതുപോലെ ഇപ്പം വേദം ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് കൈപ്പന്മാരുന്നു, പ്രത്യക്ഷ പ്രയോജനം ഒന്നും അതിലില്ല. പക്ഷെ മറ്റതെല്ലാം എന്താ പറയുന്നത്, ഉച്ചവരെ ജോലി വൈകിട്ട് കൂലി എന്നുള്ള രൂപത്തിലാണ് ഇരിക്കുന്നത്. അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് വാങ്ങിക്കുന്നു അല്ലെ, അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. ഇങ്ങനെ പറ്റൂല, ഇതിൽ പറ്റൂല. ഇത് നിരന്തരം ഇതിൽ അഭ്യസിച്ച് അത് ഒന്നും കിട്ടിയതായിട്ട് തോന്നേയില്ല. പലരും പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഞാൻ ഇത്രയും കാലം ചെയ്തു ഒന്നും എനിക്ക് ഇതായിട്ടില്ലല്ലോ സ്വാമി എന്ന് പറഞ്ഞു. അപ്പോഴും സ്വാമി പറഞ്ഞു, നീ ഇങ്ങോട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നിന്റെ പഴയ രൂപവും പുതിയ രൂപവും അവര് കാണിച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? അത് അവർക്ക് തുള്ളിൽ വരില്ല. കാരണം ഇത് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു പോവുകയാണ്. അതിനെങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? പക്ഷെ ഇങ്ങനെ നിരന്തരം ചെയ്തു പോവുക. നമുക്ക് പറഞ്ഞു തന്നു ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന വിധത്തില് ഇങ്ങനെ ആചരിച്ച് പോയിക്കൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ട് അതിലേക്ക് നമ്മൾ പോലും അറിയാതെയാണ് ചിന്ത. അതാണ് ഇതിന്റെ ഭാഗത്ത്. അവിടെ വെച്ച് അതല്ലെങ്കിൽ അഹങ്കാരമല്ലേ? എന്തിനു കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയതായിട്ട് തോന്നേയില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ വിചാരിച്ചോ തെറ്റാണ്, അത് ശരിയല്ല. എന്തെങ്കിലുമൊക്കെ ആയി നമുക്ക് തോന്നില്ലേ, അത് തെറ്റാണ്, ഭയങ്കര കുറ്റമെന്നാണ് പറയുന്നത്. അതിന് സ്വാമി എന്തോ പറയും, കണ്ടവൻ വിണ്ടുമില്ല, വിണ്ടിയവൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തിയറിയൊക്കെ ഇതിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത്രയേ ഉള്ളൂ, ആ തത്വമാക്കിയത് വേണം. അതിനെന്ത് വേണം? സാധന ചതുഷ്ടയ സമ്പത്തി ഉണ്ടാവും. സാധന ചതുഷ്ടയം വരണമെങ്കിൽ അതിന് മുമ്പ് നിഷ്കാമ കർമ്മം ചെയ്ത് അന്തരം ശുദ്ധമാകും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അന്ധക്കരണ ശുദ്ധിയെ കൊണ്ടുവന്ന് പതുക്കെ ഈ ജന്മം ഇതിലേക്ക് വരും. കാരണം അതാണ് മിശ്രകർമ്മ ഉത്കൃഷ്ടമായിട്ടൊരു ജന്മം ഇതിലുണ്ട്. ആ ജന്മത്തിൽ ഇരുന്നുകൊണ്ടാണ് പുണ്യപാപങ്ങളെ വേർതിരിച്ചറിഞ്ഞ് ഈ പുണ്യത്തെയും പാപത്തെയും തള്ളി നമ്മൾ ശബരിമലകളിൽ തത്വമസി എഴുതി വെച്ചിട്ട് അവിടെ ചെന്ന് എന്തിനാണ് ചെയ്യുന്നത്? 2 ഇരുമുടി കെട്ട് കൊണ്ടുവന്ന് അവിടെ സമർപ്പിച്ച് പുണ്യഭാവ സമർപ്പണം ചെയ്ത് ആ തത്വമസി ഉപദേശം അവിടെ ആ ഗുരു അയ്യപ്പൻ ചെയ്യും. അതും സ്വീകരിച്ച് പോരെ മഹാവാക്യ ശ്രവണമൂർത്തിയുടെ ആ സങ്കല്പത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അതിന് ജ്ഞാനം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്ന രൂപത്തിലൊന്നും അല്ല ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ താല്പര്യം. 73ാമത്തെ പദ്യമാണ് വായിച്ചത്. ഇതിൽ പറയുന്നത്, ദിവസേന മണ്ണ് തിന്നുന്ന കുട്ടികൾക്കുണ്ടാകുന്ന രോഗത്തെ ശമിപ്പിക്കുന്നതിന് കാരുണ്യത്താൽ കൈപ്പൻ മരുന്ന് ഒളിച്ചു വെച്ച് മധുര സാധനങ്ങൾ കാണിച്ച് മരുന്ന് കൊടുത്ത് സൂക്കേട് മാറ്റുന്നത് പോലെയാണ് ഈ കർമ്മകാണ്ഡവും ഉപാസനാകാണ്ഡവും ഒക്കെ ഇതിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇനി കുറച്ച്
സൽക്കർമ്മങ്ങൾ ചെയ്തു പോകുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ചെയ്യും. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ആ ജ്ഞാനം ഉദ്ദേശിച്ചത് അത് കയ്പനാണ്. കയ്പൻ മരുന്ന് കൊടുക്കാൻ പോവുകയാണ്. എല്ലാം വിടാൻ പറഞ്ഞു. കയ്പൻ മരുന്നാണ്, വിടാൻ പറ്റൂ? അതെല്ലാം വിട്ടുകളായി, അതെല്ലാം മറന്നുകളായി. അതൊക്കെ പറഞ്ഞ് അടുത്ത കയ്പൻ മരുന്ന് കൊടുക്കാൻ ഭാവിക്കുകയാണ് ഗുരു. പക്ഷെ അതിന് ആരും ആദ്യം സ്വീകരിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് പോലും ഈ കർമ്മകാണ്ഡവും ഉപാസനാകാണ്ഡവും ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇതെല്ലാം ആ കുട്ടി കുടിക്കില്ല, കയ്പൻ മരുന്ന് ഒരിക്കലും കുടിക്കില്ല. അതുകൊണ്ട് അതിന് പിന്നെ മധുരമായ ഇതിനെ കാണിച്ചിട്ട് പതുക്കെ അവന്റെ വാ തുറന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് കർമ്മകാണ്ഡത്തെ പറ്റി പറഞ്ഞ് വച്ചിരിക്കുന്നത്. മനസ്സിലായി? അതാണ് ദിനവും മണ്ണുകർ പിള്ളയെ നോക്കി തീക്കിരങ്കിയെ തീമ്പണ്ടം എതിർക്കാട്ടി കനമരുந்துകൾ ഒളിത്തു வைத்த അയക്കിന്റെ കരുണനിർത്തായി പോലെ മനയറങ്ങൾ ചെയ് മുഖങ്ങൾ ചെയ് നന്റെ മലർന്ന വാചകം ചൊല്ലും. മനയറങ്ങൾ എന്ന് വെച്ചാൽ എന്തിനാണ്? കർമ്മകാണ്ഡത്തിൽ വിധിച്ചിരിക്കുന്ന പ്രകാരത്തിലുള്ള കർമ്മങ്ങൾ നീ ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കും. ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഇത് തന്നെ. കർമ്മകാണ്ഡ ശ്രുതി പറഞ്ഞിരിക്കുന്ന രൂപത്തിലുള്ള കർമ്മങ്ങൾ നീ ചെയ്യും. മതങ്ങൾ ചെയ്യും. ഉപാസനാകാണ്ഡത്തിൽ വിധിച്ചിരിക്കുന്ന രൂപത്തിലുള്ള ആ ഉപാസനകൾ നീ ചെയ്യും എന്ന് മലർന്ന വാചകം ചൊല്ലും. വെളിപ്പെടുത്തി ശ്രുതിവാക്യങ്ങൾ പറയുന്നു. നിലവ് വേറെ കാണും. ഇതിന്റെ അർത്ഥം വേറെയാണ്, അതല്ല. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാനല്ല. കേട്ടില്ല, അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഉപാസന ചെയ്തുകൊണ്ടേയിരിക്കും. ഇതല്ല ഉദ്ദേശം. കാരണം ചിത്തം തെളിഞ്ഞ് ജ്ഞാനത്തിന് ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്ക് ഇത് പരിവർത്തനം ചെയ്യണം. അതാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? മലർന്ന വാചനം ചെല്ലും. ശ്രുതിവാക്യങ്ങൾ ഇങ്ങനെ പറയും. ദിനേവ് വേറെ കാണും. ഇങ്ങനെ പറയുന്ന ശ്രുതിയുടെ സാരം ഇങ്ങനെ ചെയ്യാനല്ല, അത് വേറെയാണ്. സ്വർഗകാമികൾ, സ്വർഗഭോഗങ്ങളിൽ ഇച്ഛയുള്ളവർ അന്ത നിർണയം தெரியாது. അതിൻ്റെ അർത്ഥത്തെ, അതായത് അതിൻ്റെ നിശ്ചയത്തെ അറിയുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ തന്നെ ഈ ആധ്യാത്മികം ഇപ്പം ലോകത്ത് സർവ പ്രചാരമായി നിൽക്കുന്ന എന്താണ്? ഇത് സെൽഫ് ഡെവലപ്മെന്റ്. സെൽഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആത്മാവാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അർത്ഥം വേറെ മാറ്റി. ജീവിയുടെ ഉദാഹരണം എങ്ങനെ, ഹൗ ടു ലിവ് ഹാപ്പിലി എങ്ങനെ ജീവിക്കാം അവർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിച്ച ലോകത്താരെങ്കിലും ഉണ്ട്. അപ്പോൾ അതല്ല ഇതിന്റെ ഉദ്ദേശം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അത് വേറൊരു ഇതാണ്. ഇങ്ങനെയല്ല ഈ ശാസ്ത്രം ഇങ്ങനെ വളച്ചൊടിക്കപ്പെട്ടു പോയിരിക്കും. ഇതിലൊന്നും തന്നെ വേറെ പറയാനില്ല. നമ്മളെല്ലാം ഈ സംസാര ചക്രത്തിൽ പതിച്ചിരിക്കും. ഇത് ഒരു വല്ലാത്ത ഒരു രോഗമാണ്. ഇതിനെയാണ് ഭവരോഗം. ഇതൊരു ഭവരോഗത്തിൽ അകപ്പെട്ടു പോയി. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ ഒരേ ഒരു ഉപായമേ ഉള്ളൂ, ജ്ഞാനം. ആത്മജ്ഞാനം ഉണ്ടായാലല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ള ജ്ഞാനം എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ കർമ്മങ്ങൾ കൊണ്ടുണ്ടാവില്ല, ഉപാസനകൾ കൊണ്ടും ഉണ്ടാവില്ല, കേവലം ആത്മവിചാരം കൊണ്ടുണ്ടാവും. അതിന് വിധി പോലെ പറഞ്ഞു കൊടുത്ത് അത് ആർക്കെങ്കിലും സ്വീകാര്യമായി എടുത്ത് പഴകാൻ സാധിച്ചിട്ടുള്ള അവരൊക്കെയാണ് ഈ മഹത്തുക്കൾ. ഇവരെല്ലാം ആ മഹത്തുക്കളാണ്, അല്ലേ? അവർക്ക് വേറെ ഒന്നുമില്ല. നമ്മുടെ ഒരു ദിവസം കൊണ്ടല്ല ഇതൊന്നും സംഭവിക്കുന്നത്. നിരന്തരമായ ജന്മാന്തരങ്ങൾ ചെയ്ത പുണ്യവും പാപവും ആണ് നമ്മളെ ഓരോരുത്തരായിട്ട് നിർത്തിയിരിക്കുന്നത്. ഇനി ഇതിലിരുന്നു കൊണ്ട് ആ സത്കർമ്മങ്ങൾ പറഞ്ഞില്ലേ, കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു 10 പേര് വന്നിരിക്കുകയാണ്. ഇനി ചെയ്യാനുള്ള ജ്ഞാനത്തിലേക്കുള്ള പ്രവൃത്തികൾ ഉണ്ടാവും. ആത്മവിചാരം. മനാദിയാം ശരീരത്തിൽ ഇന്ന ഞാനവൻ. ഇതാരാണ് ഈ ഞാനെന്ന് പറയണം? ഞാൻ കൂടെ പറയുന്നുണ്ടല്ലോ, ഞാൻ വരാം. ഞാൻ ആലോചിച്ചാണോ പറഞ്ഞത്? എന്തെങ്കിലും ഊഹിച്ചാണോ പറഞ്ഞത്? സ്വഭാവസിദ്ധമായിട്ട് എല്ലാവരും ഞാനെന്ന് പറയുന്നു. ഇതാരാണെന്ന് നോക്കാനാണ് അവർ പറയുന്നത്. ഞാനവൻ. സ്വപ്രകാശം എന്ന് പറയുന്നത് സൂര്യനും പ്രകാശമില്ല, സ്വപ്രകാശം സൂര്യനും ഇല്ല എന്നാണ് പറയുന്നത്. സൂര്യനെയും കൂടെ പ്രകാശിപ്പിച്ചിരിക്കുന്ന ആ ഒന്ന്, അതേതാണ്? അതാണ് സ്വപ്രകാശം. സൂര്യനുണ്ടെന്ന് സൂര്യൻ പറയുന്നില്ല.
സൂര്യന് ആർക്കാണ് സൂര്യനെ അറിയാൻ കഴിഞ്ഞത്? സൂര്യനെ പ്രകാശിപ്പിച്ച ആരാണ്? ഈ ആത്മാവാണ്. പക്ഷെ അതിന് പ്രകാശിപ്പിക്കാൻ ഇനി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനറിയാൻ ഇനി ഒന്നുമില്ല. അതായിട്ട് ഇരിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ വരേ പറ്റുള്ളൂ. എല്ലാവരും പറഞ്ഞാൽ അതിനെ അറിഞ്ഞാൽ എന്ന് പറയാം. അറിയാന്ന് പറഞ്ഞാൽ അർത്ഥം തെറ്റി. അതിനറിയാൻ ഇനി ഒരാളുണ്ടെങ്കിൽ പറഞ്ഞില്ല അനാവസ്ഥ ദോഷം വന്നു. 10ാമനെ അറിയാൻ ഇനിയില്ല. ദശമദൃഷ്ടാന്തം എന്നുള്ള കൈവലത്തിലൊരുണ്ടോ വരുന്നുണ്ട്, അതൊക്കെ പറയാം. അപ്പൊ അതില് 9 പേരെ എണ്ണി നിൽക്കാനേ പറ്റൂ, 10ാമനെ അറിയാനൊക്കില്ല. അതെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദ്യങ്ങളുണ്ട് ഇതിൽ. വല്ലാർക്കും ദശമനെ പാർപ്പതും തന്നെ കൊണ്ടേതാൻ അല്ലാതെ 11 അവനിടത്തുണ്ടോ പറയാൻ. വേറൊരു 11ാമത്തൊന്നില്ല. അതുകൊണ്ടാണ് ഇതിലുള്ള കൽമഷങ്ങൾ നീങ്ങി ശുദ്ധമായി വരുമ്പോൾ ഇത് പ്രകാശിതമാകുകയാണ്. ഓട്ടോമാറ്റിക് പ്രകാശിതമാണ്. നമ്മൾ പഴയ പോലെയാണോ ശ്രീജി നമ്മളിപ്പോൾ ഇരിക്കുന്നത്? ഇല്ല, ശ്രീ ചില പോരായ്മകൾ കിടക്കും. എന്നാലും റിഫൈൻ ചെയ്ത് വരും. സ്വാമി ഇവിടെ കൂടെ പാടുന്ന ഒരു പാട്ട് ഞാൻ ഒന്ന് വിചാരം ചെയ്തു ഈ അടുത്താണ്. അഹമൊരു ദോഷമൊരുത്തരോടു ചെയ്യുവാൻ അകമലരിങ്കലറിഞ്ഞിടാതെ വണ്ണം സകലമൊഴിച്ചു തരേണമെന്നു വേദാൻ ഭഗവതനുഗ്രഹപാത്രമായി വരേണം. എന്നുവെച്ചാൽ ഒരു ദോഷം ഒരാളിനോട് ചെയ്യാനുള്ള അകമലലിങ്കൽ അറിഞ്ഞിടാതെ വേണം. അങ്ങനെ ഒരു ദോഷം ചെയ്യണം ആ രൂപത്തിൽ അറിഞ്ഞു പോലും വരാൻ പാടില്ല. എവിടെ വെച്ച് കർമ്മമായി? മനസ്സിൽ ചിന്ത വന്നപ്പോഴേ കർമ്മമായി. മനസ്സിലായി? കർമ്മം നമ്മൾ ചെയ്യുമ്പോഴല്ല കർമ്മമായത്, മനസ്സിൽ ആ തോട്ട് വന്നോടനെ കർമ്മമായി. കർമ്മം എന്ന് വെച്ചാൽ ജ്ഞാനത്തെ ഭജിക്കുന്ന ഒന്ന്, അതിനാണ് കർമ്മം എന്ന് പറയുന്നത്. ജ്ഞാനം വഞ്ചിക്കപ്പെട്ടു. കർമ്മം എന്ന് വെച്ചാൽ ചലനം എന്ന് അർത്ഥമുണ്ട്. ഒരു ചലനം വന്നു. അപ്പൊ ഈ രൂപത്തില് സ്വാമി കൂടെ പാടും. എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് അകമലരിങ്കൽ അറിഞ്ഞിടാതെ വെള്ളം. ഇത് അങ്ങനെ ഞാൻ ദ്രോഹം ചെയ്യുന്ന രൂപത്തില് അറിഞ്ഞു പോലും വരരുത്. അങ്ങനെ അറിയാൻ പോലും പറ്റാത്ത രൂപത്തിൽ വേണം അത് മാറിപ്പോവാനില്ല. ലോകോപകാരപ്രദമായിട്ട് ഞാനിത് പ്രവർത്തിച്ചു, ശ്രീകൃഷ്ണൻ പ്രവർത്തിച്ചില്ലേ? എല്ലാം അറിഞ്ഞ ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, അല്ലേ? ധർമ്മത്തിനെ ജയിപ്പിക്കണമെന്നും അധർമ്മത്തിനെ ഇതാക്കണമെന്നൊക്കെ പറഞ്ഞ് നിന്നില്ലേ ഇവരെ കൂടെ? അദ്ദേഹത്തിന് ധർമ്മമോ അധർമ്മമോ എന്തെങ്കിലും വ്യത്യാസമുള്ളതാണ്? അത് അറിഞ്ഞുപോലും കൂടെ എന്താണ്? ആ രീതിക്ക് നിൽക്കുന്നവരാണ് ജ്ഞാനികൾ. അവര് മുമ്പേ ആ രൂപത്തിലാണ് അവർ മറന്നിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പറഞ്ഞൊക്കെ ഓർമ്മിച്ച് അയ്യോ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രൂപത്തിലൊന്നും അല്ല. ഇത് സ്വാഭാവികമായിട്ട് തന്നെ അകമലരിങ്കലറിഞ്ഞിടാതെ വണ്ണം സകലമൊഴിച്ചു തരേണമെന്നുമേ ഞാൻ ഭഗവതനുഗ്രഹപാത്രമായി വരേണം. ഇത് കൂടെ പാടണം. അവരെ ഫേവറേറ്റ് സോങ്. അതിന്റെ അർത്ഥങ്ങളൊക്കെ ആലോചിച്ച് നോക്കണേ. നമ്മളാരും പറയുന്ന സ്ഥലങ്ങളൊന്നും അല്ല ഇതൊന്നും. പക്ഷെ അത് നമ്മൾ ആ ഒരു ധാരണ ഇതിൽ വന്ന് ഉറച്ച് വരാൻ എടുക്കുന്ന ഒരു സമയം തൊട്ട് മനസ്സിലെ കൺവെൻഷനുകൾ നീങ്ങി വരെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ് സ്വാമി ആ പദ്യം അവിടെ അവസാനിപ്പിച്ചു. ഇതിനടുത്ത് നമുക്ക് പിന്നെ വായിക്കാം. നിന്റെ ജന്മങ്ങളാന്തമേലെ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോറ്റി ഉയവേ മുക്തി നൽകും ഉദവിക്കോരുദവിനായി ചെയ്യുമാറും കാണേ തിരുവടി പോറ്റി.